മിനി രാജേഷിൻ്റെ യാത്രയിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പുസ്തകമാണ് ഇന്ന് കൃപാക്ഷരങ്ങളിൽ പരിചയപ്പെടുത്തുന്നത്. വളരെ കൗതുകമാർന്ന ഒരു മുഖചിത്രമാണ് യാത്രയിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഈ പുസ്തകത്തിൻ്റേത്. ഒരു സ്ത്രീയുടെ മുഖത്ത് കണ്ണുകളുടെ സ്ഥാനത്ത് ചിത്രശലഭത്തെ വെച്ചുകൊണ്ടാണ് ഈ മുഖചിത്രം ഈ പുസ്തകത്തെ ആകർഷണീയമാക്കിയിരിക്കുന്നത്. പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ടൈറ്റിൽ പേജാണ്. മംഗളോദയം ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ. 2024 ഓഗസ്റ്റിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പിന്നീട് ഓഥറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആദ്യ കഥാസമാഹാരം സ്നേഹസ്മിതങ്ങൾ എന്ന പുസ്തകമാണ്. MLIC കഴിഞ്ഞ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയാണ് ഗ്രന്ഥകാരി. പിന്നീട് കാണുന്നത് പുസ്തകത്തിൻ്റെ സമർപ്പണമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയ അടുത്ത സുഹൃത്തും മകനുമായ അമ്ലുവിനും എന്നെ കടലോളം സ്നേഹിക്കുന്ന എൻ്റെ ചക്രമുത്ത് സായൂട്ടനും 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. പിന്നീട് കഥകളുടെ ഡീറ്റെയിൽസാണ്. 5 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. 5 കഥകളും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കഥകളാണെന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ പുസ്തകത്തിൻ്റെ ബ്ലർബിലെ വരികൾ വായിച്ചാൽ അറിയാം ഈ കഥാസമാഹാരത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ശക്തി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് വായിക്കാം. നടന്നു പോകുന്ന പെൺവഴികളിലെ പ്രതിബന്ധങ്ങളെ തകർത്തു മുന്നേറുന്ന വർണ്ണവിസ്മയങ്ങളാണ് ഈ കഥാസമാഹാരം. എളുപ്പത്തിൽ കടന്നു പോകാനുള്ളതല്ല സ്ത്രൈണ ജീവിതത്തിൻ്റെ വാതായനങ്ങളെന്ന് യാത്രയിലുടനീളം കണ്ടെത്തുന്ന പെൺമനസ്സുകളെ ഓർത്തെടുക്കുകയാണ് കഥാകാരി. തൻ്റേതായ ഇടത്തിൽ നിൽക്കുമ്പോൾ അവൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളിൽ നിന്ന് നിവർന്നെഴുന്നേൽക്കുന്ന അവസ്ഥകളെ ചിത്രീകരിക്കുമ്പോൾ ഇതാണ് എൻ്റെ ജീവിതമെന്ന് ഉച്ചശബ്ദം വായനക്കാരെ ഉന്മാദത്തിലെത്തിക്കും. തീർച്ചയായിട്ടും ഈ വരികൾ സാർത്ഥകമാക്കുന്ന 5 കഥകളാണ് മിനി രാജേഷിൻ്റെ യാത്രയിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ളത്. ഒരു സ്ത്രീ ജീവിതത്തിൻ്റെ യാത്രയുടെ പല അവസ്ഥാന്തരങ്ങളെ ഈ കഥ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. തീർച്ചയായും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും വായിച്ചിരിക്കേണ്ട കഥകൾ തന്നെയാണ് യാത്രയിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഈ കഥാസമാഹാരം. പിന്നീട് നമ്മൾ കാണുന്നത് ആമുഖമാണ്. ആദ്യ പുസ്തകത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും പിന്നീട് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ആമുഖം മിനി രാജേഷ് ഇത് ചേർത്തിട്ടുണ്ട്. സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷവും വിജയവും എല്ലാം ഈ കഥയിൽ പ്രമേയമായിട്ടുണ്ടെന്നുള്ള ഉള്ളടക്കത്തോടു കൂടിയാണ് ആമുഖം വായനക്കാരെ കഥകളിലേക്ക് നയിക്കുന്നത്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് ആദ്യ കഥയായ വിവാഹമാമാങ്കം എന്ന കഥയാണ്. ഇതിലെല്ലാ കഥകൾക്കും ഒരു നോവലിൻ്റെ ഒരു രൂപമുണ്ട്. സാധാരണ കഥ പറയുന്ന ഒരു ശൈലിയല്ല മിനി രാജേഷിൻ്റെ കഥകൾക്കുള്ളത്. പ്രത്യേകിച്ച് ഒരു സിനിമ കാണുന്നത് പോലെയോ നമ്മൾക്ക് ഭാവനയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ശൈലിയിലൂടെയാണ് മിനിയുടെ എല്ലാ കഥകളും നീങ്ങുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു ശക്തിയും അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മധൈര്യവും എല്ലാം ഈ കഥകളിലൂടെ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് മിനി രാജേഷ്. അപ്പോൾ ആദ്യ കഥയിലെ നീലിമ എന്ന കഥാപാത്രമാണ് വായനക്കാരിലേക്ക് 2 തരം വിവാഹ രീതികൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വിവാഹ മാമാങ്കങ്ങൾ, അത് മാമാങ്കം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ഓരോ വിവാഹങ്ങളും നടക്കുന്നത്. വളരെയധികം ആർഭാടത്തോടെ നടത്തുന്ന ഒരുപാട് വിവാഹങ്ങൾ. അതോടൊപ്പം തന്നെ തൻ്റെ ഓഫീസിലെ മരിച്ചുപോയൊരു ജീവനക്കാരൻ്റെ മകളുടെ ഒരു നിർമ്മലമായ ഒരു വിവാഹത്തിൻ്റെ കഥ കൂടി പറയുന്നതാണ് വിവാഹമാമാങ്കം. ഈ 2 കഥകളും പറയുന്നതിലൂടെ എങ്ങനെയായിരിക്കണം അടുത്ത കാലഘട്ടത്തിൽ പുതിയ പെൺകുട്ടികൾ ചിന്തിക്കേണ്ടത് എന്നും പുതിയ സമൂഹം കെട്ടിപ്പടുക്കേണ്ടത് എങ്ങനെയെന്നും മിനി രാജേഷ് ഈ കഥകളിലൂടെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 2ാമത്തെ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. 2ാമത്തെ കഥ യാത്രയിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ളതാണ്. യാത്രയിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ളതിൽ അഞ്ജന ടീച്ചറും
അതുപോലെ തന്നെ കരുണ എന്ന ഒരു കഥാപാത്രവുമാണ് കഥ മുന്നോട്ട് നയിക്കുന്നത്. തൻ്റെ രാവിലത്തെ തിരക്ക് പിടിച്ച ഓട്ടത്തിന് ശേഷം ബസ്സിൽ കയറുകയും ബസ്സിൽ തുടങ്ങുന്ന സൗഹൃദവുമാണ് ഈ യാത്രയിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള കഥയിൽ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വീട്ടിൽ എങ്ങനെ മക്കളോട് ഇടപെടുന്നത് എങ്ങനെയെന്നും അതല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതം കടന്നു പോകുന്നത് എന്നുള്ളതെല്ലാം ഈ കഥയിലൂടെ മിനി രാജേഷ് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പാരൻറ്റിങ്ങിൻ്റെ ചില തത്വങ്ങൾ പോലും ഈ കഥയിലൂടെ വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് വളരെ ലളിതമായിട്ട് വായനക്കാരിലേക്ക് എത്തിക്കാനായിട്ട് കഥാകാരിക്ക് കഴിയുന്നുണ്ട്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് തീയിൽ കുരുത്തവൾ എന്ന കഥയിലേക്കാണ്. ഒരു ലൈബ്രറിയനായ ഒരു ഗ്രന്ഥകാരി എന്ന നിലയ്ക്ക് ഒരു വായനശാലയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. എങ്കിലും ഈ കഥ പറയുന്നത് ഒരു നിബ എന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ്. തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരാളിൽ നിന്നും ലഭിച്ച എല്ലാ യാതനകൾക്കൊടുവിൽ അതിൽ നിന്നും ആ സാഹചര്യത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് തൻ്റേതായ ഒരു വ്യക്തിത്വം പതിപ്പിക്കാൻ കഴിഞ്ഞ നിബ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഏതൊരു സ്ത്രീക്കും ഏതൊരു അവസ്ഥയെയും ഭേദിക്കാനും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും കഴിയുമെന്നുള്ളൊരു സന്ദേശം ഈ കഥയിലൂടെ കഥാകാരി നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഥ അവസാനിക്കുമ്പോൾ ചേർത്തിരിക്കുന്ന വരികൾ മനോഹരമാണ്. ഗ്രന്ഥശാലകൾ നാടിൻ്റെ സ്പന്ദനമാണ്, ലൈബ്രറിയനും എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. എപ്പോഴും കേട്ടിരിക്കാൻ നമുക്കൊരാൾ വേണം, നമ്മുടെ കഥകൾ കേൾക്കാനും അത് ആ കഥയുടെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ അതേ രീതിയിൽ മനസ്സിലാക്കാനും കഴിയുന്ന വ്യക്തികളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അധ്യായം കൂടിയാണ്. ഈ കഥകളിലെല്ലാം ഒരു കേൾവിയുടെ ഒരു ടോണുണ്ട്. ഈ കഥകൾക്കെല്ലാം എല്ലാ കഥകളിലും ഒരാൾ കഥ പറയും, മറ്റൊരാൾ കഥ കേൾക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയിലാണ് എല്ലാ കഥകളും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കേൾവിക്കാരായ ആൾക്കാർ നമുക്ക് കുറവാണ്. ഒരു ഡയറിയിൽ എഴുതി കണ്ട ഒരു വരി ഞാനിപ്പോൾ ഓർത്തെടുക്കുകയാണ്. ദ മോർ യു റീഡ് ദ മോർ യു ഹിയർ എന്ന് പറയുന്ന ഒരു വാക്യം ശരിയാണ്. ഒരുപാട് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കേൾക്കാനായിട്ട് സാധിക്കും. എല്ലാവരെയും കേൾക്കാനുള്ള കാതുകൾ നമുക്കുണ്ടാകട്ടെ. അങ്ങനെയുള്ള സന്ദേശങ്ങളാണ് എല്ലാ കഥകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത കഥ വളരെ കൗതുകരമായ കഥയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും വായിച്ച് എൻജോയ് ചെയ്യാവുന്നൊരു കഥയാണ്. കാലനെ പ്രണയിച്ചവൾ എന്നാണ് കഥയുടെ പേര്. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിരോധാഭാസം തോന്നാം. പക്ഷേ ഈ കഥയിലെ കഥാപാത്രമായ രാഗേന്ദു കാണുന്ന ഒരു സ്വപ്നമാണ് ഈ കഥയിലൂടെ നമ്മൾ കാണുന്നത്. പക്ഷെ ആ സ്വപ്നത്തിലും ഒരു സ്ത്രീ എന്താ ആഗ്രഹിക്കുന്നു, ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങൾ എന്താണ്, ഒരു സ്ത്രീയുടെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് ഒരു സ്ത്രീയുടെ ഇഷ്ടങ്ങൾ എന്തെല്ലാം എന്ന് വളരെ ലളിതമായി സബ്റ്റിലായി പറയുന്ന ഒരു കഥയാണ്. രാഗേന്ദു കാലൻ്റെ കൂടെ, കാലൻ എന്നുകൂടി പറയാൻ പാടില്ല, യമകുമാർ എന്നാണ് കാലൻ്റെ പേരെന്നാണ് കാലൻ തന്നെ രാഗേന്ദുവിനോട് പറയുന്നത്. അങ്ങനെ ഈ യമകുമാരനോടൊപ്പമുള്ള സ്വർഗത്തിലേക്കുള്ള യാത്ര, നമ്മുടെ സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെയെല്ലാം മാറ്റിമറച്ചുകൊണ്ടുള്ള ഒരു സങ്കല്പമാണ് ഈ കഥയിലൂടെ രാഗേന്ദു നമുക്ക് നൽകുന്നത്. അതിനുശേഷം ഏറ്റവും അധികം നമ്മളെ ചിരിപ്പിക്കുന്നത് ഇതെല്ലാം സ്വപ്നമാണെന്നറിയുമ്പോൾ രാഗേന്ദുവിൻ്റെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ചമ്മൽ എല്ലാം വളരെ കൃത്യമായിട്ട് വളരെ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഈ കഥ മുന്നോട്ട് നീങ്ങുന്നത്. അതിനുശേഷം അവസാന കഥയായ തിരിച്ചറിവ് എന്ന കഥയിലാണ് നമ്മൾ അവസാനം എത്തിച്ചേരുന്നത്. ബാലചന്ദ്രൻ എന്ന ഒരു ഉദ്യോഗസ്ഥൻ വായിക്കുന്ന മാസികയിലെ ഒരു കഥയിലൂടെയാണ് തിരിച്ചറിവ് എന്ന കഥ നമ്മളെ നയിക്കുന്നത്.
പേര് പറയുന്നത് പോലെ തന്നെ ഈ ബാലചന്ദ്രൻ എന്ന ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിൽ ഈ മാസികയിൽ നിന്ന് വായിക്കുന്ന കഥ തിരിച്ചറിവുണ്ടാക്കി എന്നുള്ളതാണ് വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. ഒരു ജോലി ചെയ്യുന്ന സ്ത്രീയുടെ എല്ലാ വിഷമതകളെയും അല്ലെങ്കിൽ വികാരങ്ങളെയും വിചാരങ്ങളെയും എല്ലാം തൊട്ട് അറിയുന്ന പോലെ എഴുതിയിട്ടുള്ള ഒരു കഥയാണ് തിരിച്ചറിവ് എന്ന കഥ. ഈ 5 കഥയിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയായിരിക്കണം, ഇനിയുള്ള കാലഘട്ടത്തിൽ സ്ത്രീകൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഏതൊരു അവസ്ഥയിലായിരുന്നാലും അവിടെ നിന്ന് എങ്ങനെ ഒരു സ്ത്രീക്ക് മുന്നേറാം, വളരെ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങാം, മറ്റുള്ളവരെ കേൾക്കാനുള്ള സ്ത്രീകളുടെ ആ കഴിവിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം, ഇത്തരം എല്ലാ സന്ദേശങ്ങളും വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടുള്ള 5 കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ലൊരു വായനാനുഭവം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.